Good morning. Good morning, sir. കേൾക്കാല്ലേ? ഓക്കെ, റൈറ്റ്. Good morning, sir. ഗുഡ് മോർണിംഗ്. 10-60 പേരുള്ളത് 16 പേരായല്ലോ. വരാത്തതാണോ അതോ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണോ? തുടങ്ങണമെങ്കിൽ നമുക്ക് തുടങ്ങാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. നമ്മുടെ പേപ്പർ 1 സിലബസിലെ 10ാമത്തെ യൂണിറ്റ് ആണ് ഏരിയ ഓഫ് ലേണിംഗ്. പഠിക്കേണ്ട ഏരിയയിലെ 10ാമത്തേതാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. കണക്കനുസരിച്ച് 5 ക്വസ്റ്റ്യൻ ആണ് അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ മിക്ക ചോദ്യങ്ങളിലും 5 എണ്ണം പൂർണ്ണമായി കിട്ടാറില്ല. മറ്റുള്ളവയിലേക്ക് മാർജ് ചെയ്യാറാണ് പതിവ്. എന്തായാലും ഒരു സമാധാനമുള്ളത്, ഈ പറയുന്ന 10 ഏരിയയിലെ ബൗണ്ടറി ഉള്ള ഒന്നാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. മറ്റേനൊന്നും ബൗണ്ടറി ഇല്ല, അത് എവിടുന്നും അങ്ങ് വിശാലമാണ്. എന്നാൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന ആ ഏരിയയിൽ ഒരു ബൗണ്ടറി ഉള്ളത് കൊണ്ട് ആ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ മുഴുവൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും എന്നതാണ്. അപ്പൊ ഈ ചോദ്യവുമായി ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ കോലത്തിൽ ഇതില് ചോദ്യം വരുമെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതില് ഈ ഒന്നാമതായി നമ്മളൊരു ചോദ്യം നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഇതിന്റെ ചോദ്യം വന്നു പോകുന്നത് എന്ന്. ഓക്കെ, ഇന്ത്യ ഹാസ്, ഒന്നാമത്തെ ചോദ്യമാണ്, ഇന്ത്യ ഹാസ് the largest higher education system in the world after A, USA, B, Australia, C, China, D, UK. ഇതിന്റെ ഉത്തരം 4 എണ്ണം താഴെ കൊടുക്കുകയാണ്. ഒന്നാമത്തെ ഉത്തരം ABCD, 2 ABC, 3 ACD, 4 A and C. ഇതില് ഒന്ന് ഓർത്ത് നോക്കിയേ, ഏതായിരിക്കും? ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ജനറൽ ആയ അവയർനെസ് പരീക്ഷിക്കുന്ന ഒന്നാണ്. ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ഒരു ചോദ്യം നമ്മുടെ നാടിനെ കുറിച്ച് ഒരാൾക്ക് പ്രൈഡ് തോന്നുന്ന, അഭിമാനം ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ഒരു ചോദ്യം സാധാരണഗതിയിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ജനറലായി നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാറ്റസിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ചോദ്യമാണത്. ഇതിലേതായിരിക്കും ഉത്തരം? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഡി, A and C, D. അല്ലേ? അതെ, ഉത്തരം
അങ്ങനെ തന്നെയാണ് ANC അല്ലേ? അതായത് ലോകത്ത് എല്ലാ രാജ്യത്തും ഏറ്റവും കൂടുതൽ ഒരു രാജ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയയാണ് ഹയർ എഡ്യൂക്കേഷൻ എന്നത്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നന്നാകുന്നതോടുകൂടെ രാജ്യത്തിന്റെ മറ്റിതര സിസ്റ്റം കൂടെ നന്നാകും എന്നാണ്. അമേരിക്കയും ചൈനയും ഒക്കെ നമ്മുടെ കണക്കില് പല അമേരിക്ക പവർ കൊണ്ടും ചൈന കച്ചവടം കൊണ്ടും പൈസ കൊണ്ടും ഒക്കെ വലിയതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അമേരിക്ക പവർ ഉപയോഗിച്ചാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കൈയടക്കിയിരിക്കുന്നത്. ചൈന ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കൈയടക്കുന്നത് പണമൊക്കെ വെച്ചാണ്. ഇന്ത്യ എങ്ങനെയാണ് ഇവരോട് കോമ്പീറ്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഹയർ എഡ്യൂക്കേഷനിൽ ഇന്ത്യയുടെ ഭാഗത്ത് ഏറ്റവും ശക്തിപ്പെട്ട് നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സ്, തത്വചിന്തകന്മാർ, നല്ല ചിന്തകൾ, നല്ല വാല്യൂസ്. അപ്പോ വാല്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം മുന്നിട്ട് നിൽക്കുന്നത്. വളരെ കുറഞ്ഞ കാലത്ത് മാത്രമാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ ലൂസായി പോയത്. പക്ഷെ അതിന്റെ മുമ്പെല്ലാം ഏറ്റവും ശക്തിയായി നിൽക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്കുള്ളത്. ഏറ്റവും കൂടുതൽ നല്ല ഈ ഫിലോസഫേഴ്സിനെ സൃഷ്ടിക്കപ്പെടുന്ന എഡ്യൂക്കേഷൻ ഫിലോസഫേഴ്സ് ഉള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പൊ ഉത്തരം ശരിയാണ്. നാലാമത്തതാണ് അതിന്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് നിങ്ങൾ എഴുതേണ്ട, അതിന്റെ കണ്ടന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ്, പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ് is allowed അനുവദിക്കുന്നു for the students pursuing PhD program in dash. നമ്മളൊന്ന് അതിന്റെ ഉത്തരം കണ്ടെത്തണം. അപ്പോ ഈ ഹയർ എഡ്യൂക്കേഷനിലെ വലിയൊരു ഫെലോഷിപ്പാണ് ഈ പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? ആണ്. ഒരു യൂണിവേഴ്സിറ്റി നൽകുന്ന ഏറ്റവും വലിയ ഡിഗ്രിയാണ് PhD എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു യൂണിവേഴ്സിറ്റിക്ക് ഒരു ഡിഗ്രി കൊടുക്കാനില്ല. അപ്പൊ ആ ഡിഗ്രി കൊണ്ട് ഒരു രാജ്യം പ്രതീക്ഷിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. എന്തിനാണ് ഇത് കൊടുക്കുന്നത്? എത്ര ഏജൻസിയാണ് PhD ചെയ്യാൻ കുട്ടികൾക്ക് കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കുന്നത്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് നൽകുന്ന ഫെലോഷിപ്പാണ് പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ്. ഇത് ഏതിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കൊടുക്കുന്നത് എന്നാണ്, അല്ലെ? ഇത് ഏതിൽ പഠിക്കുന്ന കുട്ടികൾക്കാ? 2 ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നത്. IIT-യും IIS, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IIT-കളിലും IISc ഈ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഫെലോഷിപ്പ് നൽകുന്നത്. എന്തായിരിക്കും ഇതിലൊരു വിവേചനമൊന്നുമില്ല. അവർക്ക് മാത്രം എന്തേ കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തിന്റെ ആക്സിലറേറ്റഡ് ഡെവലപ്മെന്റ്, വണ്ടിയുടെ ആക്സിലറേറ്റ് കൊടുത്തതുപോലെ വളരെ ദ്രുതഗതിയിലുള്ള രാജ്യത്തിന്റെ മാറ്റങ്ങൾക്ക് അനിവാര്യമായ 2 എണ്ണമാണ് സയൻസും ടെക്നോളജിയും. ടെക്നോളജിയും വികസിക്കണം,
സയൻസും വികസിക്കണം. അത് വികസിച്ചിട്ടില്ലാത്ത ഒരു രാജ്യവും അത് വികസിതമായിട്ടുമില്ല, അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ, നല്ല ബുദ്ധിയുള്ള നല്ല കപ്പാസിറ്റിയുള്ള കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഒരു വലിയ തുക കൊടുത്ത് ഈ രണ്ട് ഏരിയയിലും, സയൻസിന്റെ ഏരിയയിലും ടെക്നോളജിയുടെ ഏരിയയിലും നമ്മൾ റിസർച്ച് ചെയ്യിപ്പിച്ചെടുക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ കൂടി ഇപ്പൊ ഈ കൊറോണ വന്ന കാലത്ത് PhD എന്ന ആ വാക്കിന്റെ ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു വിട്ടിരിക്കുന്നു. എന്തിനാണ് ഗവേഷണങ്ങളൊക്കെ? ഒരു വൈറസ് ഇവിടെ വന്നിട്ടും എണ്ണിയാൽ ഒടുങ്ങാത്ത രൂപ കൊടുത്തിട്ട് ആളുകൾ റിസർച്ച് ചെയ്തിട്ടും ലാബുകൾ ഉണ്ടായിരുന്നിട്ടും ഒക്കെ ഒരു 1.5 വർഷത്തോളമായി ലോകത്തെ ഭീതിയിലാഴ്ത്തിയ ഈ വൈറസ് ഇവിടെ നിന്ന് വന്നു എന്നും അതിന്റെ കൃത്യതയിലോ ഇതിന് എങ്ങനെയാണ്, അതിന്റെ സിസ്റ്റം എങ്ങനെയാണ്, അതിന്റെ ജനിതക മാറ്റം എങ്ങനെ, അതിനെ എങ്ങനെ പിടിച്ചു കെട്ടാം, അതിന്റെ മരുന്നെന്ത്, ഇതൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതിന്റെ പിറകിൽ ഈ ഗവേഷണങ്ങളെല്ലാം വട്ടപൂജ്യമായിരുന്നു എന്ന് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി വരാനിരിക്കുന്ന ഈ ഫെലോഷിപ്പുകളും ഈ പ്രബന്ധങ്ങളും ഒക്കെ നന്നായി സ്കാൻ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയൊരു മാറ്റം ഈ പോസ്റ്റ് കൊറോണ പീരീഡില് റിസർച്ച് ഏരിയയിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞു എല്ലാ രാജ്യത്തും ഇങ്ങനെ തന്നെയാണ്. മിക്കവാറുമുള്ള രാജ്യങ്ങളിലെല്ലാം പ്രൈം മിനിസ്റ്ററുമായി അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ സ്റ്റേറ്റ്സ്മാന്റെ പേരുമായി ബന്ധപ്പെട്ട് ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന ഏരിയ ഈ രണ്ടെണ്ണം തന്നെ എന്നാണ്, ടെക്നോളജിയും സയൻസും തന്നെയാണ്. ഇനി മൂന്നാമതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ടൈപ്പ് 3 ക്വസ്റ്റ്യൻ ആണ്. ഹയർ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ചേക്കാം. വാട്ട് ആർ ദ ഗോൾസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ എന്തൊക്കെയാണ് ഹയർ എഡ്യൂക്കേഷന്റെ ലക്ഷ്യങ്ങൾ എന്ന് ചോദിക്കാം. അപ്പൊ അതാണ് നമ്മൾ താഴെ കൊടുക്കുന്നത്. ഒന്ന്, ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷന്റെ എയിംസ് ആണ് നമ്മൾ പറയുന്നത്. നമ്പർ 1, ആക്സസ്. ആക്സസ്. രണ്ട്, ഇക്വിറ്റി. ഇക്വിറ്റി. 3, quality and excellence. Quality and excellence. 4, relevance. Relevance. 5, value based education. Value based education. ഇനി അഞ്ചാമതായി അതിന്റെ കൂടെ ഒരു ചോദ്യത്തിൽ വന്ന ചോദ്യമാണ് കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ. യഥാർത്ഥത്തിൽ കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷന്റെ ലക്ഷ്യമേ അല്ല, അതിൽ പെടൂല. അപ്പൊ ഇന്ത്യ ലക്ഷ്യമാക്കുന്ന ഹയർ എഡ്യൂക്കേഷനിൽ ലക്ഷ്യമാക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ആക്സസ് ആണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ 5 എണ്ണം എഴുതിയില്ലേ? ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി ആൻഡ് എക്സലൻസ്, റെലവൻസ് ആൻഡ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. അതിമനോഹരമായ ഉന്നത വിദ്യാഭ്യാസ സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഇവയൊക്കെ. എന്നാൽ നമ്മൾ കൃത്യമായി റിസർച്ച് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ എന്ന നിലയിൽ റിസർച്ചറുടെ കണ്ണിനെ കുറിച്ച് നമ്മൾ 1ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എല്ലാവരും നോക്കിയതിലേക്കാണ്
ഒരു റിസർച്ചർ നോക്കിയത്. പക്ഷേ ആരും കാണാത്തതാണ് റിസർച്ചറുടെ കണ്ണ് കണ്ടത്. ഇതാണ് റിസർച്ചറുടെ ഐ എന്ന് പറയുന്നത്. ഇതൊന്നും നടപ്പിലാകുന്നില്ല എന്നതാണ്. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം, അല്ലെ? ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോ that makes them higher. അത് അവരെ നല്ല മനുഷ്യരാക്കും. that makes their character higher. അത് അവരുടെ ജീവിതത്തിന്റെ സ്വഭാവത്തെ നന്നാക്കും. that makes their manners higher. അത് അവരുടെ പെരുമാറ്റങ്ങളെ നല്ലതാക്കും. നല്ല മനുഷ്യരുണ്ടാകുന്ന കുടുംബം, നല്ല മനുഷ്യർ മാത്രമുള്ള ഒരു കുടുംബം നല്ല കുടുംബമാകും. നല്ല കുടുംബങ്ങൾ ചേർന്ന് നല്ല സമൂഹം സൃഷ്ടിക്കും. നല്ല സമൂഹം ചേർന്ന് ഒരു നല്ല രാജ്യം സൃഷ്ടിക്കും എന്ന അതിമനോഹരമായ സങ്കല്പമാണ് ഹയർ എഡ്യൂക്കേഷൻ ഉള്ളത്. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയല്ല. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നമ്പർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ഇൻക്രീസ് ചെയ്തു. നമ്പർ ഓഫ് ഹയർ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻക്രീസ് ചെയ്തു. അതോടൊപ്പം സമാധാനം പുലരേണ്ടതിന് പകരം വാല്യൂ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത് എന്ന് സങ്കടകരമാണ്. ഇതോടെ പറഞ്ഞ ആ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, ഞാൻ PhD വരെ അഥവാ ഒരു യൂണിവേഴ്സിറ്റി നൽകുന്ന വലിയ ഡിഗ്രി കൈവശം വെച്ച ഞാനും എന്റെ സഹോദരൻ എന്ന് പറയുന്നത് കർഷകനാണ്. അവന് എഴുത്തുവാനും പോലും അറിയില്ല. നേരം വെളുക്കുമ്പോ വലിയ യോഗ്യതയുള്ള ഞാൻ പേപ്പർ വായിക്കുമ്പോ ആ വായന കേൾക്കാൻ വേണ്ടി കർഷകനായ എന്റെ സഹോദരൻ അടുത്തിരിക്കാണെന്ന് വെച്ചോ. ഞാൻ വായിക്കുന്നത് കേൾക്കാൻ വേണ്ടി അയാൾ അടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് തീ പിടിച്ച മനുഷ്യരുടെ കൂട്ട നിലവിളി കേൾക്കുന്നത്. അങ്ങനെ കൂട്ട നിലവിളി കേൾക്കുമ്പോ നിങ്ങൾ പറ, ഈ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ഞാൻ ആദ്യം ചാടി എണീക്കുമോ, അതോ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത എന്റെ അനിയൻ എഴുന്നേക്കുമോ? എന്റെ അനിയൻ എഴുന്നേക്കും. അവനത് സഹിക്കാൻ പറ്റൂല. അതേ സ്ഥാനത്ത് ഞാൻ ചെയ്യുന്നത്, നീ ഇപ്പൊ പോണ്ട, നീ ഇപ്പൊ പോയാൽ നിനക്ക് പൊള്ളും, അല്പം കഴിഞ്ഞോട്ടെ എന്ന് ഉപദേശിക്കാൻ മാത്രം, അല്ലേ? അത്രയും വാല്യൂ ഇല്ലാത്ത ആളുകളായി ഹയർ എഡ്യൂക്കേഷൻ വന്നു എന്നുള്ളത് ഒരു സംഗതിയാണ്. രണ്ടാമത് പറയേണ്ടതാണ്, ഹയർ എഡ്യൂക്കേഷന് റെലവൻസ് ഉണ്ടാവണം എന്ന്. റെലവൻസ് ഉണ്ടായാലേ ആളുകൾക്ക് എംപ്ലോയബിലിറ്റി ഉണ്ടാവും. റെലവന്റ് അല്ലാത്ത കോഴ്സുകൾ ഹയർ എഡ്യൂക്കേഷനിൽ വന്നാൽ, അതിങ്ങനെ എടുത്ത് ആ ഡിഗ്രി കൈവശം വെച്ചിരുന്നാൽ എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. ജോലിക്കവനെ ആർക്കും വേണ്ട. അതേ സ്ഥാനത്ത് ചില രാജ്യങ്ങളിലെ ചില കോഴ്സുകൾ ചേർന്ന് കഴിയുമ്പോഴേക്കും അവന്റെ കോഴ്സ് തീരുന്നതിന് മുമ്പേ അവന് ജോലി, കമ്പനികൾ ആ ക്യാമ്പസിൽ വന്ന് അവരെ കൊണ്ടുപോകുകയോ കരാർ ഒപ്പിടുകയോ ചെയ്യും. അത് സാധിക്കുന്നത് അതിനൊരു റെലവൻസ് ഉണ്ടാവും. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ എല്ലാ സിലബസും നമ്മൾ എടുത്തു നോക്കിയാൽ 20 വർഷം പിറകെയാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്കൂളുകളിൽ പോലും ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു വർഷത്തേക്ക് പോലും ഡിസൈൻ ചെയ്യാൻ കഴിയില്ല. കാരണം 6 മാസമാകുമ്പോഴേക്കും ഇന്ന് നമ്മൾ കണ്ട അറിവുകൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. വാട്ട് ഈസ് സീൻ ഇൻ ദ മോർണിംഗ് വിൽ ബി ഔട്ട്ഡേറ്റഡ് ഇൻ ദ ഈവനിങ്. ഇന്ന് രാവിലെ കണ്ട സാധനം വൈകുന്നേരമാകുമ്പോഴേക്കും അതങ്ങ് ഇല്ലാണ്ടാവും. ഇതൊക്കെ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ വലിയ കോളേജുകളിൽ പ്രൊഫസർമാരായി വരുമ്പോ വലിയ വലിയ സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് അപ്പോഴൊക്കെ ഒരു മാറ്റം സാധ്യമാകൂ എന്നതുകൊണ്ടാണ്. അപ്പോ ഹയർ എഡ്യൂക്കേഷന്റെ ഗോൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ആക്സസ്, എല്ലാവർക്കും ഈ സാധനം കിട്ടണം. ഇക്വിറ്റി, ഉള്ളവനും ഇല്ലാത്തവനും ഒരേപോലെ, ഇല്ലാത്തവന് കുറച്ചുകൂടെ അല്പം കൊടുക്കണം, അതാണ് ഇക്വിറ്റി. എല്ലാവർക്കും തുല്യമായി കൊടുത്താൽ അനീതിയായിരിക്കും. ഉള്ളവന് തന്നെ ഒരേപോലെ കൊടുക്കണം, ഇല്ലാത്തവന് കുറച്ച് കൂടുതലും ഉള്ളവർക്ക് കുറച്ചും കൊടുക്കുക. ഇതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി ആൻഡ് എക്സലൻസ്, റെലവൻസ് ആൻഡ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഇതിന്റെ കൂടെ മറ്റേതൊക്കെ വേറെ എന്തെങ്കിലും ഒക്കെ ചേർന്നാൽ, എക്സാമ്പിൾ
കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ ഇതൊരിക്കലും ഹയർ എഡ്യൂക്കേഷന്റെ ഗോൾ അല്ല, അല്ലെ? അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തത്? കമ്പൽസറി ആക്കാൻ പറ്റൂല. കാരണം പ്രാഥമികമായി ഒരു മനുഷ്യന് ജീവിക്കാനുള്ള ലിറ്ററസി കൊടുത്താൽ മതി ഒരു രാജ്യത്തിന്. അതിനപ്പുറം എല്ലാവരെയും ഹയർ എഡ്യൂക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ രാജ്യത്തിന്റെ താളം നിലക്കും. കാരണം 10ാം ക്ലാസ് വരെ അവന് ഫ്രീ വിദ്യാഭ്യാസം കൊടുത്തിട്ട് പിന്നെ അവന്റെ പാട്ടിന് വിടണം. അപ്പോഴാണ് എല്ലാ തരം ജോലിക്കാരും സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. എല്ലാതരം, നമുക്ക് ആശാരിക്ക് പണി വേണം, നമുക്ക് കർഷകർ വേണം, നമുക്ക് പ്ലംബർ വേണം, ഇങ്ങനെ എല്ലാ തരം ആളുകളും വേണം. ഈ ഭൂമിയിൽ എല്ലാവരും PhD കാരാണെങ്കിൽ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. വിത്തിൻ 1 hour the whole system of the country will be arrested. അത് അറസ്റ്റ് ചെയ്യപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ടാണ് ആ സാധനം കമ്പൽസറി ആക്കാത്തത്. ഇനി അടുത്ത ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ്, അല്ലെ? ഡീംഡ് യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ്. ആ ചോദ്യത്തിന്റെ പാറ്റേൺ ഒന്ന് നോക്കിയേ. ചോദ്യം ഇതാണ്: which of the following statements are correct about deemed universities? ഡീംഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ്. ഒന്ന്, the governor of the state is the chancellor of deemed universities. Number 2, they can design their own syllabus and coursework. C, they can frame their own guidelines regarding admission and fees. D, they can grant degrees. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞേ. ഡീംഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ശരിയായ ചില സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ 4 എണ്ണം താഴെ എഴുതിയത്. ബിയും സിയും ഡിയും, അല്ലേ? ബിയും സിയും ഡിയും. ഇതാണ് ഇപ്പൊ ഉത്തരം നമുക്ക് ഒരാൾ പറഞ്ഞത്. അത് തന്നെയാണ് അതിന്റെ ശരിയും, അല്ലേ? നമുക്ക് നമ്മുടെ രാജ്യത്ത് 3 തരം യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത്. ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അല്ലേ? സെൻട്രൽ യൂണിവേഴ്സിറ്റി. നമ്മുടെ നാട്ടിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉള്ളത് കാസർഗോഡാണ്.
രണ്ടാമത് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ നടന്നു പോരുന്നത്. രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, അല്ലെ? സ്റ്റേറ്റിന്റെ യൂണിവേഴ്സിറ്റീസ്. നമ്മുടെ നാട്ടിലും അങ്ങനെ യൂണിവേഴ്സിറ്റികൾ ഒരുപാടുണ്ട്, അല്ലേ? ആദ്യം നമ്മള് ഉണ്ടായിരുന്നത് മലബാർ പ്രദേശത്ത് കാലിക്കറ്റ്, മധ്യ കേരളത്തിൽ MG, ഇങ്ങ് പിന്നെ നമ്മുടെ തിരുവനന്തപുരം ട്രാവൻകൂർ ഏരിയയില് കേരള യൂണിവേഴ്സിറ്റി. അപ്പൊ അതിലൊരു ടെറിട്ടറി ഒക്കെ വെച്ചിരുന്നു, ഇന്ന ഭാഗത്ത് എത്ര വരെയുള്ള കുട്ടികൾ ഇവിടെ പോകണമെന്നല്ല. പിന്നീട് ഇപ്പൊ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ വന്നു. മൂന്നാമതായി നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ, അല്ലെ, അതിന് ശരിക്കും മൊബിലിറ്റി നൽകിയ മറ്റൊരു തീരുമാനമായിരുന്നു ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുക എന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനോട് താല്പര്യമുള്ള, കയ്യിൽ പണമുള്ള, അല്ലെ, ഒരാൾക്കോ ഒരു കമ്മിറ്റിക്കോ ഒരു ട്രസ്റ്റിനോ ഒക്കെ യൂണിവേഴ്സിറ്റികൾ തുടങ്ങുവാനുള്ള അധികാരം ഗവൺമെന്റ് കൊടുത്തു. അപ്പൊ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മള് മനസ്സിൽ വരുന്നത് ഇതൊരു മൂന്നാമത്തെ, അല്ലെ? സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നല്ലതും അതിന്റെ തൊട്ടുതാഴെ നല്ലത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും തീരെ കൊള്ളാത്തതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്ന ധാരണ പൊതുവിലുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ധാരണ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ രാജ്യത്തിന്റെ ഈ ഇത്തരം നിയമങ്ങളെല്ലാം നിർമ്മിക്കുന്ന ആളുകൾക്കില്ല. അത് ആളുകൾക്ക് മാത്രമേ അതുള്ളൂ. ഉദാഹരണത്തിന് ഡീംഡ് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ തന്നെ MEd ചെയ്തത് തമിഴ്നാട്ടിലെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയിലാണ്. എന്റെ വീടിന്റെ 2 കിലോമീറ്റർ അപ്പുറത്ത് കേരള യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കെ അവിടെ പോയത് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ അറിയണമെന്ന കൗതുകം കൊണ്ടാണ്. അങ്ങനെ പോയപ്പോഴാണ് അറിയുന്നത് അത്ഭുതകരമായ, സുന്ദരമായ ഒരവസ്ഥയാണ് അവിടെ ഉള്ളത്. ഉദാഹരണത്തിന് എല്ലാ തരം കോഴ്സുകളും ഉണ്ട്. ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ആ ഹോസ്റ്റലിലെ താമസിക്കുന്ന ആളുകളുടെ ഭക്ഷണമായ അരി, അത് പിന്നെ വിതക്കുന്നതും കൊയ്യുന്നതും ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്താണ്. നമ്മൾക്ക് ചായ ഉണ്ടാക്കുവാനുള്ള പാല് ഉള്ള പശുക്കളെ വളർത്തുന്നത് അവിടെയാണ്. എന്ന് വെച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. എല്ലാം അറിഞ്ഞും ഒക്കെയാണ് അതിലിങ്ങനെ വളരുന്നത്. അതിലെ ഏറ്റവും രസകരമായ സാധനം അതിന്റെ ഈ ഹയർ എഡ്യൂക്കേഷനിലെ ഒരു വലിയ ഭാഗമാണ് കരിക്കുലം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. കാരുണ്യ യൂണിവേഴ്സിറ്റി എന്നാണ് അതിന്റെ പേര്, കാരുണ്യ യൂണിവേഴ്സിറ്റി. അപ്പോ ഏറ്റവും രസകരമായി ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. അതായത് ഈ ബാച്ചലർ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ കരിക്കുലം ഡിസൈൻ ചെയ്യാൻ. യഥാർത്ഥത്തിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെല്ലാം കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തലയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് അവരായിരിക്കും ഇതെല്ലാം ഡിസൈൻ ചെയ്യുക. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല. ഈ BSc അഗ്രികൾച്ചറിന് കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ ആ സദസ്സിൽ ഇരിക്കുന്നത് കാലിൽ ചെരുപ്പില്ലാത്ത, ഈ മുതുകൊക്കെ ഒടിഞ്ഞുപോയ, വെറും ഒരു തോർത്തു മാത്രം ഇങ്ങനെ തോളിലിട്ട കുറെ ആളുകളുണ്ട്. വലിയ കസേരക്ക് മുമ്പിൽ, മൈക്കിന്റെ മുമ്പിൽ ഇരിക്കണം. യഥാർത്ഥത്തിൽ BSc അഗ്രികൾച്ചറിന് കരിക്കുലം ഡിസൈൻ ചെയ്യാൻ കെൽപ്പുള്ളവർ എന്ന് പറയുന്നത് ആ നാട്ടിലെ സാധാരണക്കാരനായ കർഷകനാണ്. ആ കർഷകനെ കൂടെ ഇരുത്തിയിട്ടാണ് അവർ കരിക്കുലം ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഡീംഡ് യൂണിവേഴ്സിറ്റിയെ നമ്മള് വില കുറഞ്ഞ് നമ്മുടെ മനസ്സിലെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയണം. അങ്ങനെയല്ല, നല്ല രീതിയിൽ ഓടുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ നമ്മളിപ്പോ എഴുതിയ 4 എണ്ണത്തിൽ Bയും Cയും Dയും ശരിയാണ്, അല്ലെ? അവർക്ക് അവരുടേതായ സിലബസ് ഉണ്ട്, കോഴ്സ് വർക്ക് ഉണ്ട്.
അതില് ഒരാൾക്കും ഇടപെടാൻ പറ്റില്ല. അവർക്ക് അഡ്മിഷനും ഫീസും അവർക്ക് തന്നെ നിശ്ചയിക്കാം. അവര് തന്നെ ഡിഗ്രി കൊടുക്കുകയും ചെയ്യും. ഒന്നാമത്തേതാണ് അത് തെറ്റായി പോയത്. അതിന്റെ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഗവർണർ ആവാൻ പറ്റൂല എന്നതാണ്. എന്തുകൊണ്ടാവാൻ പറ്റൂല? ഒരു പൈസയുള്ള ഒരാൾ അയാൾ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി വെക്കുന്നത് തന്നെ അതിന്റെ ചാൻസലർ ആകാനും അതൊക്കെ ഒരാളുടെ വീക്ക്നെസ് ആണ്, ഒരു ബലഹീനതയൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോ അതിന് പൈസ ഇറക്കിയത് ആരോ അയാൾക്ക് അവിടെ ചാൻസലർ ആവാനും വൈസ് ചാൻസലർ ആവാനുള്ള അധികാരം വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ ഒരു കൗതുകത്തിലാണ് ആളുകൾ ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പൊ ഒരിക്കലും ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി ഗവർണർ മറ്റു യൂണിവേഴ്സിറ്റികളിൽ വരുന്നത് പോലെ വരില്ല എന്നർത്ഥം. ഇനി ആറാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ. അതിലൊന്ന്, which of the following statements are correct about distance education? Which of the following statements are correct about distance education in India? One, it supplements formal education. B, it reduces the cost of education. Number 3, it replaces the formal education. Nale, D, it enhances access to education. ഇനി ഇതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ഓക്കെ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സങ്കല്പത്തെ നമ്മൾ കൃത്യമായി ധരിച്ചിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം. വളരെ സിമ്പിൾ ആണ്. ഇന്ത്യയിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട യെസ്, അതിൽ പറഞ്ഞത് ശരിയാണ്. എയും ബിയും ഡിയും. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വേണം ഇന്ത്യയിൽ അതുണ്ടായേ തീരൂ. എന്താണത്? ഇറ്റ് സപ്ലിമെന്റ്സ് ഫോർമൽ എഡ്യൂക്കേഷൻ. നമ്മുടെ നാടിന്റെ ഒരവസ്ഥയാണ്. ഒന്ന്, നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ സാമ്പത്തിക അവസ്ഥ ഒരുപോലെയല്ല. സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ അത് ചെലവില്ലാത്ത കാര്യമാണ്. ഫോർമൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന് പോകണമെങ്കിൽ അതിന് പൈസ വേണം എന്നുള്ളത് കൊണ്ട് ഒരുപാട് കുട്ടികൾ ഇത് നിർത്തിക്കളയും. ഏത് അപ്രൂവ്ഡ് ആണ് മോളെ ചോദിച്ചത്? അപ്പോ യെസ്, എല്ലാം ഇല്ല. അത് നമ്മളത് എന്ത് ചെയ്യണം? ഓരോ യൂണിവേഴ്സിറ്റിയും എല്ലാ കോഴ്സും അപ്രൂവ് ചെയ്തിട്ടില്ല
ചെയ്യണം എന്ന നിരന്തരം UGC പിന്നെ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടും യൂണിവേഴ്സിറ്റികൾ അത് ചെയ്തിട്ടില്ല. എല്ലാം അപ്രൂവ്ഡ് അല്ല. അപ്പൊ ഉദാഹരണത്തിന് MGയിലെ ചില ഡിസ്റ്റൻസ് കോഴ്സുകൾ കേരള അംഗീകരിച്ചിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന ചില ഡിസ്റ്റൻസ് കോഴ്സുകൾ MGയും എന്ത് ചെയ്തിട്ടില്ല, പിന്നെ അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് ഇപ്പൊ അത് പ്രശ്നം. അപ്പൊ സാമ്പത്തികാവസ്ഥ ഇങ്ങനെ എഡ്യൂക്കേഷൻ ആരും പോകില്ല അല്ലേ. അപ്പോ ഈ ഫോർമൽ എഡ്യൂക്കേഷൻ മാത്രം നേടി പഠനം വഴിയിൽ നിലച്ചുപോയ ആളുകളുടെ ഫോർമൽ എഡ്യൂക്കേഷനെ സപ്ലിമെന്റ് ചെയ്യണം. ഒന്ന്, അത് വലുതാക്കി താങ്ങി നിർത്തി കൊണ്ടുപോകാനാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യഥാർത്ഥത്തിൽ അതിന്റെ ഒന്നാമത്തെ എയിം എന്ന് പറയുന്നത്. അതാണ് സപ്ലിമെന്റിങ് ദ ഫോർമൽ എഡ്യൂക്കേഷൻ. രണ്ടാമത്തത് അതേ അർത്ഥം വരുന്ന രണ്ടാമത്തെ ഒരു സെന്റൻസ് ആണ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അതിന്റെ ചെലവ് കുറക്കണം. എങ്ങനെ ചെലവ് കുറക്കുക എന്ന് വെച്ചാല്, ഇന്ത്യയില് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഫീസ് അടക്കാനൊന്നും പ്രശ്നമില്ല. ഫീസ് അടക്കുന്നതിനേക്കാൾ ചെലവ് വരുന്നത് സ്ഥാപനത്തിൽ വന്നു പോകാനുള്ള ഈ ചെലവാണ്. അതിന്റെ കാരണം നമ്മുടെ നാടിന്റെ ഓരോ കിലോമീറ്റർ ഉള്ള ജോഗ്രഫിയും വ്യത്യസ്തമാണ്. കാടും മലകളും കുന്നും തോടും മരുഭൂമിയും എല്ലാം കൂടെ ഉള്ളതാണ്. എല്ലാം കടന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഇവർക്ക് വരാൻ പറ്റില്ല. അതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്. അത് റെഡ്യൂസ് ചെയ്യണം അല്ലേ. പിന്നെ ഇറ്റ് റീപ്ലേസസ് ദ ഫോർമൽ എഡ്യൂക്കേഷൻ. അതൊരിക്കലും ശരിയല്ല. അത് ക്ലിയർലി ആ ആൻസർ തെറ്റാണ്. അവസാനത്തതാണ് എൻഹാൻസസ് ആക്സസ് ടു എഡ്യൂക്കേഷൻ. ആക്സസ് കിട്ടണം. ആക്സസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മുടെ നാടിന്റെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട്. ചില മതങ്ങളെല്ലാം ഹയർ എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചില മതവിഭാഗങ്ങൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ അവർക്കൊന്നും കോളേജിൽ പോവുക എന്നത് അവര് സമ്മതിക്കുകയില്ല. പെൺകുട്ടികൾ പഠിക്കേണ്ടതില്ല, ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഈ ഒരു ഡിസ്പാരിറ്റി, ഈ ചിന്താഗതി മാറ്റി ആക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മൂന്നും. സപ്ലിമെന്റിങ് ദ ഫോർമൽ എഡ്യൂക്കേഷൻ, റെഡ്യൂസിങ് ദ കോസ്റ്റ് ആൻഡ് എൻഹാൻസിങ് ദ ആക്സസ്. ഇത് ഉദ്ദേശിച്ചിട്ടാണ്. അല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പത്തിൽ പാസ്സാകാനുള്ളത് കൊണ്ട് എളുപ്പത്തിൽ പാസ്സാകുന്ന ഒരു സാധനമായി ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. അങ്ങനെയല്ല. ഇനി അടുത്തത് വേറെ ഒരു ടൈപ്പ് വരാവുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ, അടുത്ത ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ statutory bodies? Statutory body. ഇതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാ ചോദിച്ചത്. ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. രണ്ട്, UGC. മൂന്ന്, AICTE. അതിന്റെ ഫുള്ള് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. All India Council for Technical Education. D, NAAC. NAAK. NAAC.
നാക്കും മൂക്കും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ വന്ന സാധനങ്ങളാണ് ഇതെല്ലാം. നാക്, NAAK, നാക്, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. സർ സി അല്ലേ? NAAC അല്ലേ സർ? ഏതാ? നാക്കിന്റെ NAAC അല്ലേ സർ? സർ കെ എന്നാണ്. ഞാൻ എന്താ പറഞ്ഞ കെ എന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ തെറ്റിച്ച് പറഞ്ഞതാണ്. സി ആണ്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ, സി കൗൺസിൽ. ഇതില് ഏതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നാണ്. അപ്പൊ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്താണ് എന്ന് ചോദിച്ചാല്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഈസ് എ non constitutional body. non constitutional body അഥവാ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ലാതെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട സ്ഥാപനങ്ങൾ. അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ അനുസരിച്ച് ഉണ്ടായതല്ല. പിന്നെ എങ്ങനെ ഉണ്ടായി? This body is created by a statute, that is act of parliament. പാർലമെന്റിലെ ഒരു ആക്ട് പ്രകാരം സൃഷ്ടിക്കപ്പെട്ട സ്ഥാപനങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയാം. അപ്പൊ രണ്ട് ബോഡി ഉണ്ടാവും, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നും, പാർലമെന്റിന്റെ ആക്ട് അനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട സ്ഥാപനങ്ങളെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നും പറയും. സർ ഒന്നുകൂടി പറയാമോ? ഒരിക്കൽ കൂടി. അതെ, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഈസ് എ non constitutional body. Constitutional body. This body is created by a statute, that is act of parliament. പറഞ്ഞു വന്നത്, രണ്ട് തരം സ്ഥാപനങ്ങൾ ഉണ്ടാകും. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, രണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇതില് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നമ്മളെടുത്ത് വിച്ച് ഈസ് ദ ഫോളോയിങ് ആർ ദ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നത് അത് അതെ BNC. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ആ സ്ഥാപനം ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇനിയോ ബിയും സിയും, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGCയും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഇത് രണ്ടും പാർലമെന്റിന്റെ ആക്ട് അനുസരിച്ച് രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട സാധനമാണ്. അപ്പൊ നാക് എന്ന് പറയുന്നത് UGCയുടെ തന്നെ ഒരു കൈയാണത്, അതിന്റെ ഒരു ബ്രാഞ്ചാണ്. അതിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ സ്ഥാപനമാണ് നാക് എന്ന് പറയുന്നത്, അല്ലേ? UGC എന്തിനാണ് എന്ന് നമ്മള് അടുത്ത ഇതിൽ പറയും. ഇനിയുള്ള വരുന്ന സ്റ്റൈലില് UGC എന്താണെന്ന് പ്രത്യേകം നമ്മൾ പഠിക്കും. ഇനി അടുത്തത് വളരെ അടുത്തായി വന്ന ഒരു ഹയർ എഡ്യൂക്കേഷന്റെ അല്ലെ ഒരു എന്താ പറയാ ഒരു അസോസിയേഷൻ ആണ്, ഒരു മിഷനാണ് റൂസ എന്ന് പറയുന്നത്. റൂസ കേട്ടിട്ടുണ്ടാവും, RUSA, റൂസ. അതിന്റെ ഇംഗ്ലീഷ് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ മിഷൻ എന്നാണ്. നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ മിഷൻ.
2013 MHRDയുടെ കീഴിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ കീഴിൽ 2013 റൂസ ജനിക്കുന്നത്. അല്ലേ? റൂസ ജനിക്കുന്നത് 2013. അതിനുശേഷമാണ് നമ്മൾ ഈ വാക്ക് കേൾക്കാൻ തുടങ്ങിയത്. രാഷ്ട്രീയ ഉച്ചർ ശിക്ഷ അഭിയാൻ എന്നാണ്. നെറ്റിൽ അടിച്ചു നോക്കുമ്പോൾ ഇതിന്റെ വിശദ വിവരം നിങ്ങൾക്ക് കേൾക്കും. ഇവിടെ നമ്മൾ ആകെ അറിയേണ്ടത് എന്തിനാണ് ഇത് സൃഷ്ടിച്ചത് എന്നാണ്. എന്തിനാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്? അതാണ് മനസ്സിൽ കരുതേണ്ടത്. ഒന്ന്, to improve overall quality of institutions. Number 2, to ensure adequate availability of quality faculty. മൂന്നാമത്തത്, to create new institutions through upgradation of existing autonomous colleges. ഏറ്റവും പ്രധാനപ്പെട്ട 3 റൂസയുടെ എയിമാണ് നമ്മളിപ്പോ എഴുതിയത്. കോളേജുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് കേൾക്കാൻ പറ്റുന്ന ഒന്നാണ് റൂസ എന്ന് പറയുന്ന ഈ വാക്ക്. റൂസ എന്ന് പറഞ്ഞത് തളികയിൽ പണം വെച്ചിരിക്കുക. യൂണിവേഴ്സിറ്റികൾക്കും സ്ഥാപനങ്ങൾക്കും പോയി കൈ കാണിച്ചാൽ ഈ പണത്തളിക നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് തരും. എന്തിനാണ് ഈ പൈസ കൊടുക്കുന്നത്? ഒന്ന്, ടു ഇംപ്രൂവ് ഓവറോൾ ക്വാളിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അതിന്റെ നിലവാരം, അതിന്റെ ഗുണം ഉയർത്തണം. എന്തിനുയർത്തണം? ഇന്ത്യയിലെ നല്ല തലയുള്ള കുട്ടികളെല്ലാം വലിയ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലേക്ക് കുടിയേറി പാർക്കുന്നു. ഇവരൊക്കെ അങ്ങോട്ട് പറന്നു പോകുന്നു. എന്നാൽ വലിയ രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒരാളും പറന്നു വരുന്നുമില്ല. അമേരിക്കയിൽ നിന്ന് ഒരു കുട്ടി ഇവിടെ പഠിക്കാൻ വരുന്നില്ല. ഇംഗ്ലണ്ടിൽ നിന്ന്, ഇങ്ങനെ തുടങ്ങി വലിയ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കുട്ടികൾ വരില്ല. നമ്മുടെ നാടുകളിലേക്ക് വരുന്നതെല്ലാം താഴേക്കിടയിലുള്ള നിലവാരമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇറാൻ, ഇങ്ങനെ തുടങ്ങിയ ഈ കുറെ രാജ്യങ്ങളിൽ നിന്നല്ലാതെ കുട്ടികൾ വരുന്നില്ല. അത് വരാത്തത് ലോകത്തിനറിയാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട്, പക്ഷെ അത് ക്വാളിറ്റി ഉള്ളതല്ല. അപ്പൊ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ വരെ ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ക്വാളിറ്റി ഉയർത്തണം എന്ന് പറഞ്ഞത്. രണ്ടാമത്തത്, ക്വാളിറ്റി ഉയർത്തണമെങ്കിൽ ഇതിനകത്ത് ഫാക്കൽറ്റിയുടെ അവൈലബിലിറ്റി കിട്ടണം.
റൂസയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇതുവരെ ചെയ്യാം. എങ്ങനെ വരെ ചെയ്യാം? ഒരു സയൻസ് വിഷയം പഠിപ്പിക്കുമ്പോൾ ആ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ 10 പേരുണ്ടായിരിക്കെ ആ 10 പേർക്കും പുതിയ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതറിയാവുന്ന വിദേശത്തുള്ള ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ വരെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചെടുക്കാം. അതിന് വരെ റൂസ പൈസ കൊടുക്കും. മൂന്നാമത് ചെയ്യുന്നത്, ഒരുപാട് കോളേജുകൾ അല്ലെ, നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കോളേജുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ TKM, പിന്നെ കൊല്ലത്തുള്ള അല്ലെ തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കോളേജ് എല്ലാം നല്ല രീതിയിൽ പോകുന്ന കോളേജായിരുന്നു. ഈ കോളേജുകളെല്ലാം പക്ഷെ അവർക്കൊരു തടസ്സമുള്ളത്, യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് യൂണിവേഴ്സിറ്റി വരച്ച വരക്കകത്ത് നിന്ന് ഇവർക്ക് കളിക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റില്ല. അപ്പൊ ഇത്തരത്തിൽ നന്നായി ഷൈൻ ചെയ്യുന്ന സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റിയുടെ ഒരു സകല കഴിവുകളും അല്ലെങ്കിൽ പവറും ഇവർക്ക് കൊടുത്തിട്ട് സ്വന്തമായി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി നിലനിൽക്കാൻ വേണമെങ്കിൽ സാമ്പത്തികമായി റൂസ സഹായിക്കും. സമ്പത്ത് കൊടുക്കലാണ് മെയിൻ പണി എന്ന് പറയുന്നത്. അതേ പറ്റൂ. UGC ചെയ്യുന്ന പണിയും പൈസ കൊടുക്കലാണ്. UGC റിസർച്ച് ചെയ്യാൻ ഇങ്ങനെ പൈസ കൊടുത്തോണ്ടിരിക്കും, വേറെ ഒന്നും UGC ചെയ്യുന്നില്ല. ജസ്റ്റ് ഡിസ്പേഴ്സ് ദ ഫണ്ട്. ഇതേപോലെയാണ് റൂസയും ചെയ്യുന്നത്. ക്വാളിറ്റി ഉയർത്താൻ, ഫാക്കൽറ്റിയുടെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ, എക്സിസ്റ്റിംഗ് ഷൈനിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാൻ. ഇതാണ് റൂസ ചെയ്യുന്ന പണി. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്തത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഹയർ എഡ്യൂക്കേഷനെ പിന്നെ ചിലപ്പോ ഇങ്ങനെ ചേർത്ത് വെച്ച ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ്. എഴുതിക്കാം. The grounds on which discrimination in admission to educational institutions is constitutionally prohibited or A, religion, B, sex, C, place of birth, D, nationality. ഇതിലെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയേ. താഴെ പറയുന്ന ഏതൊക്കെയാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭരണഘടനാപരമായി അല്ലേ അതിന്റെ അഡ്മിഷന്റെ കാര്യത്തിൽ പ്രോഹിബിറ്റഡ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഏതൊക്കെ ആയിരിക്കും ഡിസ്ക്രിമിനേഷൻ പാടില്ലാത്തത്? യെസ്, അതിൽ പറഞ്ഞത് ശരിയാണ്. എയും ബിയും സിയും. റിലീജിയന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിസ്ക്രിമിനേഷൻ പാടില്ല. ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ ആണ്, പെണ്ണ്, ട്രാൻസ്ജെൻഡർ ഇങ്ങനെ തുടങ്ങിയ ആ ക്രമത്തിലും പാടില്ല. പ്ലേസ് ഓഫ് ബർത്തിലും പാടില്ല. ആ പ്ലേസ് ഓഫ് ബർത്തിൽ പാടില്ല എന്ന് പറയാൻ കാര്യം നമ്മുടെ നാടിന്റെ ഒരവസ്ഥ അങ്ങനെ ഉള്ളത് കൊണ്ടാണ്. ആളുകൾ ജീവിക്കുന്ന സ്ഥലത്തിന് പോലും നമ്മുടെ നാട്ടിൽ ഗ്രേഡ് ഉണ്ട്.
അവൻ ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ അവന് ഗ്രേഡ് കൂടുതലും, ചേരി പ്രദേശമാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ, അപ്പൊ അതും പാടില്ല. പക്ഷെ നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രോഹിബിഷൻ ആവാം. എല്ലാ നാട്ടിലെ ആളുകൾക്കും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഏർപ്പെടുത്താം, അത് പറ്റൂല. നമ്മുടെ നാടുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കൂല എന്ന് നമുക്ക് പറയാം എന്നർത്ഥം. അപ്പൊ നാഷണാലിറ്റി, ഡിസ്ക്രിമിനേഷൻ അല്ലേ, ഈ രണ്ട് വാക്കും അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, നമുക്ക് വേണമെങ്കിൽ പ്രോഹിബിഷൻ ഉണ്ടാക്കാം. അടുത്തത് UGCയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ഇതിന്റെ ഏജൻസി തന്നെ UGC അല്ലേ? അപ്പോ UGCയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. അതായത് UGC എന്ത് എയിമിനാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. എഴുതിക്കോ. The UGC was established. The UGC was established with which of the following aims? With which of the following aims? ഒന്ന്, promotion of research and development in higher education. Promotion of research and development in higher education. രണ്ട്, identifying and sustaining institutions of potential learning. C, capacity building of teachers. Capacity building of teachers. D, providing autonomy to each and every higher education institution in India. ലാസ്റ്റത്തെ ഒന്നുകൂടെ പറയാമോ? Providing autonomy to each and every higher education institution in India. അപ്പൊ നമ്മള് അതിന്റെ ഉത്തരത്തിലേക്ക് വരാം. എന്താണ് UGC ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണ്? അതുമായി ബന്ധപ്പെട്ടൊരു 3-4 പോയിന്റ് നമ്മൾ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. UGC എന്ന് പറയുന്നത്
a statutory body set up, അതുണ്ടാക്കിയത് set up by the Indian Union government അഥവാ Indian government in accordance with UGC Act 1956. 1956 UGC ആക്ട് അനുസരിച്ചിട്ടാണ് അണ്ടർ MHRD MHRDയുടെ കീഴിലാണ് UGC പ്രവർത്തിക്കുന്നത്. UGC ആക്ട് 1956 അനുസരിച്ചിട്ടാണ് UGC സെറ്റപ്പ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ MHRDയുടെ കീഴിലാണ് UGC ആക്ട് അനുസരിച്ച് 1956 അനുസരിച്ചിട്ടാണ് ഇത് സ്ഥാപിതമായത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇനി ഇതിന്റെ മെയിൻ പണി എന്ന് പറയുന്നത് കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ and maintenance of standards and benchmarks of higher education. ഇതാണ് UGCക്ക് നിർവഹിക്കാനുള്ള മെയിൻ പണി. കോർഡിനേഷൻ, determination and maintenance of standards of education. പിന്നെ recognition to universities in India, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾക്ക് റെക്കഗ്നിഷൻ നൽകുക. ആൻഡ് റെക്കഗ്നിഷൻ നൽകുക മാത്രമല്ല, ഗിവിംഗ് ഫണ്ട്സ് ഈ യൂണിവേഴ്സിറ്റി ഓടാനുള്ള ഫണ്ട് കൊടുക്കും. ഗിവിംഗ് ഫണ്ട്സ് ടു സച്ച് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത യൂണിവേഴ്സിറ്റികൾക്ക് അത് നടത്തിക്കൊണ്ടു പോകുവാനുള്ള പൈസ കൊടുക്കുന്നതും UGC ആണ്. മനസ്സിലാക്കേണ്ട പോയിന്റ്, ഹെഡ്ക്വാർട്ടർ ന്യൂഡൽഹിയിലാണ് അല്ലേ? ഡൽഹിയിലൊക്കെ ഒന്ന് പോയി കാണണം. അപ്പൊ താനേ നമുക്ക് ഊർജമൊക്കെ കിട്ടും. അടുത്തത്, ഇതിന് 6 റീജിയണൽ സെന്റേഴ്സ് ആണ് ഉള്ളത്. 6 റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. എവിടൊക്കെയാ? 6 റീജിയണൽ സെന്റേഴ്സ് ഇൻ പൂനെ, ഭോപ്പാൽ, കൊൽക്കത്ത, ഹൈദരാബാദ്, ഗുവാഹത്തി ആൻഡ് ബാംഗ്ലൂർ. നമ്മളെ തൊട്ടടുത്ത് ബാംഗ്ലൂരാണ് ഉള്ളത്. ഗുവാഹട്ടി കഴിഞ്ഞിട്ട് ഏതാ പറഞ്ഞു സർ? ചെന്നൈ. ബാംഗ്ലൂർ. ഒരു പ്രാവശ്യം മോളില് നമ്മുടെ ഇത് നമ്മൾ മോളില് എഴുതിയ ആ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. എന്തൊക്കെ ഉദ്ദേശം വെച്ചിട്ടാണ് UGC എസ്റ്റാബ്ലിഷ് ചെയ്തത്? അതിൽ പ്രൊമോഷൻ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ജനറൽ ആക്കി എഴുതിയുള്ളൂ. ഹയർ എഡ്യൂക്കേഷനിലെ അതിന്റെ ഉയർച്ചയും റിസർച്ചിനെയും പ്രൊമോട്ട് ചെയ്യണം. ഐഡന്റിഫൈയിങ് ആൻഡ് സസ്റ്റൈനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ പൊട്ടൻഷ്യൽ ലേണിംഗ് എന്ന് വെച്ചാൽ, ഐഡന്റിഫൈയിങ് എന്ന് വെച്ചാൽ കണ്ടെത്തുക അല്ലേ? കണ്ടെത്തുക എന്ന് വെച്ചാൽ റെക്കഗ്നിഷൻ കൊടുക്കുക,
ആൻഡ് സസ്റ്റൈനിങ്, അവർക്ക് ഫണ്ട് കൊടുത്ത് നിലനിർത്തുക. 3 കപ്പാസിറ്റി ഓഫ് ടീച്ചേഴ്സ്. കോളേജുകളിൽ കപ്പാസിറ്റി ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് UGC പൈസ കൊടുക്കും. എന്തിന് പൈസ കൊടുക്കും? സാധാരണ കോളേജുകളിൽ നടക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. സെമിനാർ നടക്കും, കോൺഫറൻസ് നടക്കും, സെമിനാർ നടക്കും. UGC ആണ് പൈസ കൊടുക്കുക. ടീച്ചേഴ്സിന്റെ കപ്പാസിറ്റി കൂട്ടാനാണ് അല്ലെ. കോൺഫറൻസ് നടക്കും, 2 വർക്ക്ഷോപ്പ് നടക്കും, സിംപോസിയം നടക്കും അല്ലെ. അതെ, സിംപോസിയം നടക്കും, കൺസോർഷ്യം നടക്കും. ഇങ്ങനെ തുടങ്ങി വിവിധ ഈ പ്രധാനപ്പെട്ട 5 എണ്ണം ഇങ്ങനെ കോളേജുകളിൽ നടക്കാറുണ്ട്. ഇത് ടീച്ചേഴ്സിന്റെ കപ്പാസിറ്റി ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് UGC കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് MOOC stands for. MOOC ഒരു ചോദ്യമായിരുന്നു, 2014 ഡിസംബറിലെ ഒരു ചോദ്യമാണിത്. MOOC stands for. അതിന്റെ സ്പെല്ലിംഗ് എന്ന് പറയാം. MOOC എന്നുള്ളത് MOOC. 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 വളരെ റീസെന്റ് ആയി വന്ന ഒരു ടേം ആൻഡ് ട്രെൻഡ് ആണ് ആ സാധനം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് അതിന്റെ എക്സ്പാൻഷൻ എന്നാണ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. അപ്പൊ എന്താ സംഭവം? മൂക്ക് അല്ലെ ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കൂല. MOOC കോഴ്സ് എന്ന് പറഞ്ഞാല് ഗ്ലോബൽ വില്ലേജ് കണക്ട് ലോകം വന്നു. പരമ്പുകളില്ലാത്ത ലോകം. ഏത് യൂണിവേഴ്സിറ്റിയിലെ എത്ര വലിയ കോഴ്സ് ആണെങ്കിലും ലോകത്തിലെ ഏതൊരു സാധാരണക്കാരനും ടെക്നോളജിയുടെ സഹായത്തോടെ അതിൽ ചേരാനും പഠിക്കാനും കഴിയുന്ന തരത്തിലേക്ക് യൂണിവേഴ്സിറ്റികൾ വികസിക്കണമെന്ന ലോകത്തെ ഏതാണ്ട് എല്ലാവരും തീരുമാനിച്ചു. അപ്പൊ എന്ത് ചെയ്യും? എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കോഴ്സുകളുണ്ട്. നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ എന്ത് ചെയ്യാം? ഈ കോഴ്സിന് ചേരാം. അപ്പൊ ലോകം ഇതിലേക്ക് സ്ഥാപനം വേണ്ട. കുറെ ഇടയ്ക്ക് കട്ടായി പോയില്ലേ? കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാം സർ. ലോകത്തിലെ ഈ ഗ്ലോബൽ ട്രെൻഡിനനുസരിച്ച് ഓരോ രാജ്യവും മാറണം. ഇപ്പൊ എനിക്കിവിടെ ഇരുന്നിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കോഴ്സിന് ചേരണം എന്ന് വെച്ചാൽ എനിക്ക് അസാധ്യമാണ്. ഇതൊക്കെ പ്രശ്നമാണ്.
പ്രശ്നം. പക്ഷെ എനിക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് സർ. ഉണ്ടെങ്കിൽ മൂക്ക് കോഴ്സിലൂടെ നമുക്കത് സാധിക്കും. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി നോക്കാമേ. കുറച്ച് മുമ്പ് പറഞ്ഞ ഇത്തിരി കൂടി ക്ലിയർ ആവുന്നുണ്ട് സർ. യൂണിവേഴ്സിറ്റിയിലും എല്ലാ ഡിപ്പാർട്ട്മെന്റും അത് നെറ്റിന്റെ ആണെന്ന് തോന്നുന്നു. ശരിയാവോ നോക്കാം. കേട്ടോ? ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പോലും ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ വർഷം ഓരോ ഡിപ്പാർട്ട്മെന്റും ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. അഥവാ നമ്മള് ക്ലാസ് റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിൽ ഉൾപ്പെടുത്തുക. ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. കാരണം ഒരാൾക്ക് തന്നെ ഒരു യൂണിവേഴ്സിറ്റികളിൽ ഒരേ സമയം മൂക്ക് കോഴ്സ് ചെയ്യാം. 100 എണ്ണം വേണമെങ്കിൽ ഒരാൾക്ക് ഒരേ സമയം ചെയ്യാം. വളരെ എളുപ്പമുള്ള സാധനം. കുറെ ചോദ്യങ്ങളും പഠന വീഡിയോകളും ഒക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അവസാനം പേരിനൊരു പരീക്ഷ ഉണ്ടാവും. നമുക്ക് സർട്ടിഫിക്കറ്റും തരും. പിന്നെ ഇത് എന്തുകൊണ്ടാ വന്നു എന്ന് ചോദിച്ചാല് എപ്പോഴാണ് വിദ്യാഭ്യാസ വ്യവസ്ഥ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒറ്റമൂലി എന്ന് സ്വയം കോഴ്സ് പോലെ. സ്വയം എന്ന് പറയുന്നത് ഇന്ത്യ അതേപോലെ പിന്നെ ഈ മൂക്കോഴ്സിനെ മാറ്റി നമ്മുടെ ഭാഷയിലേക്ക് ആക്കിയ ഒന്ന് മാത്രമാണ് സ്വയം. ആ സ്വയം കോഴ്സിന്റെ സൈറ്റിലേക്ക് നിങ്ങളൊന്ന് കയറി നോക്കണം. അവിടെ അറിയാൻ പറ്റും എന്തുമാത്രം കോഴ്സുകളാണ് ഈ മൂക്ക് പ്ലാറ്റ്ഫോമിലൂടെ നൽകുന്നത് എന്ന്. ഇനി അടുത്തൊരു ചോദ്യമാണ് അല്ലേ, ഈ കുറച്ച് ബോഡീസ് ഉണ്ട് ഈ ഹയർ എഡ്യൂക്കേഷൻ ഏരിയയിൽ. ആ ബോഡീസിനെ നമുക്ക് അറിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കും. ഒന്ന്, അതിലെ ഒരു ചെറിയ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓർഗനൈസേഷൻസ് deals with capacity building program. അത് ഇൻവെർട്ടഡ് കോമയിൽ capacity building program educational program, capacity building program on educational planning. Educational planning. ഒന്ന് NCERT, National Council for Educational Research and Training, NCERT. UGC, NAAC, NAAC, NUPA, NUEPA, NUPA. NUPAയുടെ ഫുൾ എന്ന് പറയുന്നത് നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ എഡ്യൂക്കേഷണൽ planning and administration. Educational planning and administration.
യെസ്. അപ്പൊ ന്യൂപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിഞ്ഞൂടാ അല്ലേ? ന്യൂപ്പ established by MHRD in 1960. ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് 62. എന്തിന്? കപ്പാസിറ്റി building in planning management of education, not only in India. സർ ക്ലിയർ ആവുന്നില്ല സർ. അപ്പൊ ഞാനൊന്ന് പിന്നെ ലെഫ്റ്റ് ആയിട്ട് കയറി നോക്കാം ഈ നെറ്റിന്റെ. കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാം സർ. കേൾക്കാം. നെറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടാ, അതായിരിക്കും. കേൾക്കാമോ ശരിക്കും? കേൾക്കുന്നുണ്ട് സർ. കേൾക്കല്ലേ? മുറിഞ്ഞാണോ? ഓക്കെ, നമുക്ക് കേൾക്കാം. ഇല്ല. അവൻ മുപ്പ എന്ന് പറയുന്നത് MHRD സ്ഥാപിച്ചതാണ് 1962. കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് റിസർച്ച് ഇൻ പ്ലാനിംഗ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ. സർ അത് എഴുതിയില്ലായിരുന്നു, ഒന്നുകൂടെ പറയാമോ? ഓക്കെ ഓക്കെ. ബാക്ക്ആമാണ്. കപ്പാസിറ്റി ബിൽഡിംഗ് വരെ കേട്ടുള്ളായിരുന്നു. കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് research in planning, admission and management. പ്ലാനിങ് കഴിഞ്ഞിട്ട് എന്താ സർ? Administration and management of education.
of education not only in India but also in South Asia. ഇങ്ങനെ കേൾക്കാത്തവരുണ്ടെങ്കിൽ എല്ലാ വർഷവും അതിമനോഹരമായ സെമിനാറുകളെല്ലാം ഇവര് നടത്തും. നമുക്ക് ഷോപ്പുണ്ടാണ്ട് ഒരാഴ്ച നമുക്ക് പോകാനുള്ള ട്രെയിനിന്റെ വരികയും ആ അവസരങ്ങളൊന്നും കളയരുത്. വളരെ അറിവ് നൽകുന്ന കുറെ സാധനങ്ങളാണ് ഡൽഹി നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ഇത്ര വലിയ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ സന്ദർശിച്ച് വരുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ഒരു വലിയ ഉയരത്തിലേക്ക് എത്താനുള്ള ഒരു കൊതിയും ഒരു സ്വപ്നവും ഒക്കെ അറിയാതെ ഫീഡ് ചെയ്യപ്പെടും. ഇന്ത്യയിൽ മാത്രം വിദ്യാഭ്യാസം നന്നായാ പോരാ, ഇന്ത്യക്ക് ചുറ്റുഭാഗത്തുമുള്ള ഏഷ്യയുടെ കാര്യത്തിൽ പോലും ഇടപെടുന്ന എഡ്യൂക്കേഷന്റെ പ്ലാനിംഗ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റിൽ പണിയെടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓർ ന്യൂപ എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹി. എഴുതിയ ചോദ്യത്തില് NCERT നമുക്കൊക്കെ അറിയാം, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERTയുടെ സിലബസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ടെക്സ്റ്റ് പുസ്തകങ്ങളുടെ റിസർച്ചും അതിന്റെ എഴുത്തും അതിന്റെ പ്രിന്റിങ്ങും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നമ്മളിൽ തന്നെ. അതെ, നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ഇതിന്റെ SCERT ഉണ്ടാവും, സ്റ്റേറ്റ് കൗൺസിൽ എഡ്യൂക്കേഷണൽ ട്രാക്ക് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി അടുത്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചില ചോദ്യം ചോദിക്കാറുണ്ട്. എന്താണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി? അതിനെക്കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, പ്ലാനിങ് എന്ന വാക്കുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. അടുത്തത് ശാലിനി വീണ്ടും ബ്രേക്ക് ആവുന്നല്ലേ? നോക്കാം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി അതുൽ ഒന്നുകൂടെ
അപ്പൊ ഇനി നമുക്ക് യെസ് ഇപ്പൊ കേൾക്കാം അല്ലേ? യെസ് ഫസിയ. പിന്നെ ഇനി അടുത്ത ഒരു മിനിറ്റ്. അപ്പൊ നോക്കിയാണ് നമ്മള് പഠിച്ചത് അല്ലേ? ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് ചില സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഇതിലെ ശരി എന്ന് കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റാണ്. ഒന്ന്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്ട് ഓഫ് പാർലമെന്റ് അനുസരിച്ചിട്ടാണ് രാജ്യത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആക്ട് ഓഫ് പാർലമെന്റ് അനുസരിച്ചിട്ടാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് അല്ലേ? ഇതിൽ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റിന് ഈ യൂണിവേഴ്സിറ്റികളിൽ എപ്പോഴും വന്നിട്ട് പഠിപ്പിക്കാം. അദ്ദേഹം ഒരു വിസിറ്റിംഗ് പ്രൊഫസർ ആയിരിക്കും. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആസ് എ വിസിറ്റർ ഓഫ് ദ യൂണിവേഴ്സിറ്റി അല്ലേ? അദ്ദേഹത്തിന് വന്നിട്ട് വർത്തമാനം പറയണം തോന്നുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി the president has the power to nominate someone to the board of management of the university. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ നിശ്ചയിക്കാം. അത് ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെ നേരിട്ട് പ്രസിഡന്റിലേക്ക് എത്തിക്കുവാനുള്ള നിയമിക്കും. അപ്പൊ ഒന്ന് നമ്പർ ഒന്നുകൂടെ പറയണം. അതെ, the president has the power to nominate some members, കുറച്ച് മെമ്പേഴ്സ് to the executive committee or നമ്മൾ പറയാറുള്ളത് board of management of the university. അടുത്തൊരു ചോദ്യം. ഒരു മിനിറ്റ്. ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നു വെച്ചോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതാണ് റെസ്പോൺസിബിൾ ഫോർ ദ implementation of reforms in teaching profession? ഈ താഴെ പറയുന്നവയിൽ ഏതാണ് ടീച്ചിങ് പ്രൊഫഷന്റെ റിഫോം ഇംപ്ലിമെന്റ് ചെയ്യുന്നതാരാണ്? ഒന്ന് UGC, number 2 NCTE, National Council for Teacher Education. മൂന്ന് NCERT, National Council for Educational Research and Training.
മക്കളെ കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം സർ. ഇതെന്തോ പെട്ടെന്ന് കട്ടായി പോന്നു, പിന്നീട് കേറാനും ഒരുപാട് സമയം എടുത്ത്. എന്തായാലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാതെ, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ഈ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് വേവലാതിപ്പെടരുത്. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യങ്ങളായിരിക്കും. ഹയർ എഡ്യൂക്കേഷനുമായി മാത്രം ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്ത 50 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അത് നിങ്ങളുടെ സാറിൻ്റെ മൊബൈലിലേക്ക് ഞാൻ അയക്കും. സാറ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അത് ഫോർവേഡ് ചെയ്യും. അതോടുകൂടെ ആ പ്രശ്നം പരിഹരിക്കും. എഴുതിയ ഒരു ചോദ്യത്തിൽ ന്യൂ പാർട്ട് അതെ, ടീച്ചിങ് പ്രൊഫഷനിലെ റിഫോംസ് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് ൂപ്പയാണ് അല്ലെ. കാരണം വിദ്യാഭ്യാസത്തിന്റെ മാനേജ്മെന്റും ഒക്കെ അവരാണ് ചെയ്യുന്നത്. അപ്പോ റിഫോംസ് ഇൻ ടീച്ചിങ് പ്രൊഫഷൻ അത് ന്യൂപ്പയായിരിക്കും ചെയ്യുന്നത്. ഇനി ഒരു ചോദ്യം ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അതിങ്ങനെയാണ്, ഏത് ാണ് റൈറ്റ് നൽകുന്നത്, അവകാശം നൽകുന്നത്? ഇപ്പൊ കേൾക്കാമോ? സർ നേരത്തെ പറഞ്ഞ ഓപ്ഷനിൽ ന്യൂപ്പോ ഉണ്ടായിരുന്നില്ലല്ലോ. ലാസ്റ്റ് പറഞ്ഞു, അത് പിന്നെ എഴുതാൻ പറഞ്ഞു. ലാസ്റ്റ് മൂന്നെണ്ണം നമ്മൾ എഴുതിയിട്ടായിരുന്നു. അതെ, ഇനി നമ്മളത് അവസാനിപ്പിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ മൈനോറിറ്റീസിന് പിന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യപ്രകാരം അവരുടെ ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ഏത് ആർട്ടിക്കിളാണ് അവർക്ക് അവകാശം നൽകുന്നത് ചോദിച്ചാൽ ആർട്ടിക്കിൾ 30 ആണ്. 30 ആർട്ടിക്കിൾ 30. Right to manage institutions for the minorities on their own liking. അവരുടെ പ്രകാരം, അവരുടെ ആചാരപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ ആർട്ടിക്കിൾ 30 ആണ് അവകാശം കൊടുക്കുന്നത്. ഇത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ വല്ലതും ആണോ സർ? അതെ, റിലീജിയസ് അല്ല, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. പക്ഷെ അതിനകത്ത് അവരുടെ പ്രാർത്ഥന വെച്ച് തുടങ്ങാന്, അവരുടെ പിന്നെ കാര്യങ്ങൾ പഠിപ്പിക്കാനൊക്കെ അവർക്ക് അതിനകത്ത് അവകാശം ഉണ്ടാകും. കേട്ടാ? ഇനി ഒരു ചോദ്യം കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. നാഷണൽ കൗൺസിൽ ഫോർ വുമൻ എഡ്യൂക്കേഷൻ, നാഷണൽ കൗൺസിൽ ഫോർ വുമൻ എഡ്യൂക്കേഷൻ, ഇത് ഏത് വർഷത്തിലാണ് സ്ഥാപിതമായത്? നാഷണൽ കൗൺസിൽ ഫോർ വുമൻസ് എഡ്യൂക്കേഷൻ 1958 1958. യെസ് ശരണി. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ചോദ്യം സാറിന്റെ പിന്നെ വാട്സപ്പിലേക്ക് അയക്കും. സാറ് നിങ്ങൾക്ക് അയച്ചു തരും. എന്തായാലും ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയ ഒരു ബൗണ്ടറിക്കകത്തുള്ള ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും
ആദ്യത്തെ എഴുത്തിൽ തന്നെ ഇത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. Thank you, sir. Thank you, sir. Okay then. Thank you, sir.